സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ബജറ്റ് ജനകീയമാക്കാനുള്ള ശ്രമത്തിൽ സംസ്ഥാന സർക്കാർ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനയുൾപ്പെടെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ 4 ബജറ്റിലും കടുത്ത നടപടികൾക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നിർബന്ധിതനായിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങൾ പൊളിച്ചെഴുതേണ്ടി വന്നു. ഇതേ തുടർന്നാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ പ്രതിമാസ വിതരണം പുനരാരംഭിച്ചത്. എന്നാൽ ഇതോടെ സംസ്ഥാനത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. വാർഷിക പദ്ധതി 50% പോലും പൂർത്തിയാക്കാനായില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്ഷേമ പെൻഷൻ വർധന ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായേക്കാമെന്ന സൂചനയാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്നത്. നിലവിൽ 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. അത് ഈ വർഷം കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ്. ക്ഷേമ പെൻഷൻ പ്രതിമാസം 2500 രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിലെ വാഗ്ദാനം. കഴിഞ്ഞ നവംബറിൽ നികുതി വരുമാനത്തിൽ വൻ വർധനയുണ്ട്. വരുമാനം 2745.75 കോടി രൂപയായിരുന്നു. എന്നാൽ ഉത്സവകാലമായിട്ടും കഴിഞ്ഞ മാസം GST വരുമാനത്തിൽ കുറവുണ്ടായത് ആശങ്കാജനകമാണ്.